ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. കിരൺ കല്യാണിയോട് പറയാണ്, ഈ ഒരൊറ്റ ഫെസ്റ്റിവലിൽ നീ പങ്കെടുക്കുന്നതോടുകൂടി ആൾക്കാരുടെ ഇടയിൽ നീ നല്ല ഫേമസ് ആവും. ഒരു ഇൻ്റർനാഷണൽ ഫിഗർ ആവാനുള്ള അവസരമാണ് നിനക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അവിടെ നിന്നെ ആദരിക്കുന്ന ചടങ്ങ് മാത്രമല്ല, അവിടെ പെയിൻറ്റിങ് കോമ്പറ്റീഷനും കൂടിയുണ്ട്. അവിടെ നീ ഒന്നാമതെത്തണം. എൻ്റെ ഊർജവും ബലവും ഒക്കെ എൻ്റെ കിരണേട്ടനാണ്. ആ കിരണേട്ടൻ എൻ്റെ അരികിലില്ലെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നെ മനസ്സിലിട്ടുകൊണ്ട് നീ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ടിറങ്ങിയാൽ മതി. വിജയം സുനിശ്ചിത. അവൾ പിന്നെ അടുത്ത് വന്നിരുന്നിട്ട് പറയാണ്, എങ്കിലും നമ്മൾ ഇതുവരെ ഒരാഴ്ചയിൽ ആയിട്ട് പിരിഞ്ഞു നിന്നിട്ടില്ലല്ലോ കിരണേട്ടാ. അപ്പോൾ കിരൺ പറയാണ്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് അകന്നിരിക്കുന്നത് നല്ലതാ. ആദർശേട്ടന് നയനയും പോലെ പരസ്പരം സ്നേഹിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞിരിക്കുന്നത് നല്ലതാ. അത് അവർക്കിടയിൽ സ്നേഹമുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു പരീക്ഷണം. എന്നാൽ നമുക്കിടയിൽ സ്നേഹത്തിന് കുറവൊന്നുമില്ലല്ലോ, പിന്നെന്തിനാണ് നമ്മൾ പിരിഞ്ഞിരിക്കുന്നത്? അപ്പം കിരൺ പറയാണ്, ഒരാഴ്ചയല്ലേ, അതൊരു വലിയ വേർപിരിയലാണോ? പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും നമ്മൾ പിരിഞ്ഞു നിന്നിട്ടില്ലല്ലോ. എനിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷൻ്റെ സമയത്ത് പോലും കിരണേട്ടൻ എൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. സാരില്ലെന്നേ, നീ മിടുക്കിയായിട്ട് അടിച്ച് പൊളിച്ചിട്ട് വാ. എന്തായാലും അവിടെ ചാനലുകാരൊക്കെ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാ അല്ലേ? അപ്പോഴേ അതെനിക്ക് TV-യിൽ കൂടി കാണാലോ. അവളെ അവൻ പിന്നെ സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതാണ് കാണുന്നത്. പിന്നെ കാണിക്കുന്നത് സരയു എന്തോ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഷാരി പറയാണ്, ആഹാ, മോളിപ്പോഴേ തയ്ക്കുകയാണോ? കുഞ്ഞുടുപ്പുകൾ തയ്ച്ച് വെക്കുകയാണല്ലേ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് കൊണ്ട് തയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, സരയു പറയാം. പിന്നെ സമയം പോണ്ടേ, അതുകൊണ്ട് തയ്ക്കുക. ഇതുപോലെ ഞാനും മോൾക്ക് വേണ്ടി ഒരുപാട് കുഞ്ഞുടുപ്പുകൾ തയ്ച്ചതാ. അന്നത്തെ കാലത്ത് ഇതുപോലെ പുറത്തൊന്നും പോയിട്ട് ഉടുപ്പുകൾ വാങ്ങിക്കാറില്ലായിരുന്നു. പിന്നെ രൂപ നന്നായിട്ട് തയ്ക്കുമായിരുന്നു. അവളാ മോൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കുഞ്ഞുടുപ്പുകൾ തയ്ച്ചു തന്നത്. പറഞ്ഞിട്ടെന്താ കാര്യം, അന്ന് കുഞ്ഞുടുപ്പ് തയ്ച്ചവർക്ക് ഇന്ന് ഈ കുഞ്ഞുടുപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ എന്നെ വേണമെന്ന് പറഞ്ഞ് ചില പുറമ്പോക്കുകൾ നടക്കുന്നുണ്ട്. താരയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഇനി അവൾ എപ്പോഴാ കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാലും എന്താ അമ്മേ, ഞാൻ അവരുടെ മോളാന്ന് പറയുന്നേ? അച്ഛന്മാർ ചിലപ്പോൾ മാറിയെന്ന് വരാം, പിന്നെ പ്രസവിച്ച അമ്മമാർ മാറിയെന്ന് വരുമോ? അതിന് സപ്പോർട്ട് ചെയ്യാൻ അയലത്ത് കുറേ എണ്ണോ? സത്യം പറഞ്ഞാൽ ഞാനല്ല, അമ്മയാ അവരെ വെടിവെച്ച് കൊല്ലേണ്ടത്. മോൾ അതൊന്നും കാര്യമാക്കണ്ട. എത്രയും പെട്ടെന്ന് മോൾ വിസ സംഘടിപ്പിച്ച് അമേരിക്കയിലേക്ക് പോകാൻ നോക്ക്. ഇനി ഏതായാലും എൻ്റെ പ്രസവം നടക്കാതെ അത് കഴിയുമെന്ന് തോന്നുന്നില്ല അമ്മേ. പ്രസവം കഴിഞ്ഞാലും 2-3 മാസം കഴിഞ്ഞാലേ കുഞ്ഞിന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റൂ. അതുവരെ നമ്മളിവിടെ നിന്നേ പറ്റൂ. അത് കുറച്ച് നാളല്ലേ ഉള്ളൂ മോളെ. ഇനി ഏറിയാൽ ഒരു 6-7 മാസം. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പോകണം. അപ്പോഴാണ് രാഹുലും വണ്ടി വന്നത്. അപ്പോൾ ഷാരി പറയാണ്, അതേ എത്തിയല്ലോ. അങ്ങേരെ ഇവിടെ തനിയെ നിർത്തിയിട്ട് അങ്ങേരുടെ പെങ്ങളെടുത്തോ മെൻ്റൽ ഹോസ്പിറ്റലോ എവിടെയെങ്കിലും പോയി കിടക്കട്ടെ. അല്ല, മനുവേട്ടനോടൊപ്പം പോയ അച്ഛനെന്താ ഒറ്റയ്ക്ക് വരുന്നേ? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. ഇനി അവിടെ വെച്ച് തല്ല് വല്ലതും കൂടിയോ? അതോ മനുവിനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ വരുന്നത്? എൻ്റെ ഈശ്വരാ. അയാളെ കണ്ടതും സരയു ചോദിക്കുകയാണ്, എൻ്റെ മനുവേട്ടൻ എന്താ പറ്റിയത്? മനുവേട്ടനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ അച്ഛൻ ഇങ്ങോട്ട് വരുന്നേ? ഞാനവനെ എന്ത് ചെയ്യാനാ? അവനവിടെ മീറ്റിങ്ങാ. ഇടയ്ക്ക് വെച്ച് എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നാ മോളെ, ഇങ്ങേരവിടെ വട്ട് കാണിച്ച് കാണും. ഞാനൊന്നും കാണിച്ചില്ല. അവൻ ജർമ്മനിയിൽ നിന്നും വന്ന കുറച്ച് സുഹൃത്തുക്കളെ കാണുക, കൂടെ സൗന്ദര്യമുള്ള മദാമ്മമാരും ഉണ്ട്. അപ്പോൾ സരയു പറയാണ്, അയ്യോ, അതൊന്നും പറഞ്ഞ് എൻ്റെ മനസ്സ് ഇളക്കാൻ നോക്കണ്ട. ഇനി വന്നവർ മുഴുവനും മദാമ്മമാരായാലും ഒരു കുഴപ്പമില്ല. മനുവേട്ടൻ ഒരിക്കലും എന്നെ മറന്ന് ഒരു മദാമ്മയുടെയും പുറകെയും പോകത്തില്ല. അത് കേട്ട രാഹുൽ പറയാണ്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ ഷാരി കൂട്ടിച്ചേർത്തു, ഇയാളുടെ സ്വഭാവമാണ് എല്ലാവർക്കും എന്ന ഇയാളുടെ വിചാരം. എനിക്കെന്താടി കുഴപ്പം? നിങ്ങൾക്കെന്താ കുഴപ്പമെന്ന് ഞാൻ പറയുന്നില്ല. മൈതാനം പോലത്തെ ശരീരമായിട്ട് നടക്കുക, നാണോ മാനോ ഇല്ലാതെ. ഷാരി, നിനക്കിപ്പോൾ കുറച്ച് കൂടുന്നുണ്ട്. ബെഡ്റൂമിൽ പോലും നീ എൻ്റെ ചെവി തിന്നുകൊണ്ടിരിക്കുക. നിങ്ങളെ മൊത്തത്തിൽ തിന്നാ വേണ്ടത്. മോളെ, ഇതുവരെ എനിക്കൊരു കുഴപ്പമില്ല.
എൻ്റെ തലച്ചോറിന് ഒരു കുഴപ്പമില്ല. സരുവിനോട് പറയാണ്. പിന്നെ നിങ്ങളെല്ലാവരും കൊണ്ടുപോയി എനിക്ക് ഷോക്ക് തന്നതിന് ശേഷം എന്തൊക്കെയോ ചെറിയൊരു മന്ദതയുണ്ട്. പക്ഷേ ഈ രീതിയിലാണ് ഇവൾ പോകുന്നതെങ്കിൽ ഞാൻ ഇവളെ കടിച്ചു കീറിയെന്ന് വരും. എന്നാൽ വാ ഇങ്ങോട്ട് കടിച്ചു കീറാൻ. തലയൊന്ന് പൊട്ടിയതാണല്ലോ, ഇനി കഴുത്ത് വെട്ടും ഞാൻ. അപ്പോൾ സരി പറയാണ്, ഇന്ന് അവിടെ പോയിട്ട് അച്ഛൻ എന്തോ അലമ്പുണ്ടാക്കിയിട്ടുണ്ട്. അതാ അച്ഛനെ മനുവേട്ടൻ പറഞ്ഞു വിട്ടത്. ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോൾ മനുവേട്ടൻ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു എന്നാ. ഇടയ്ക്ക് ഞാൻ അച്ഛനെ വിളിച്ചപ്പോൾ അവിടെ ഭയങ്കര വർത്താനമൊക്കെ കേട്ടല്ലോ. ആ, ഇടയ്ക്ക് അവൻ്റെ കൂട്ടുകാരനൊരു കല്യാണം ഉണ്ടായിരുന്നു, അതിനും കയറി. അതാ ബഹളമൊക്കെ കേട്ടത്. ആ, ഇടയ്ക്ക് അതിനും പോയി. അവിടുന്ന് സദ്യയൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എന്നോട് പോയിക്കോളാൻ. അപ്പോഴേക്കേ അവൻ്റെ മനസ്സമാധാനം പോയി കാണും. ഷാരി പറയാ. അവിടുന്ന് പിച്ചും പേയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കത്തില്ലേ, ഫാദറിലേക്ക് മെൻ്റലാണോന്ന്. ഞാനല്ലടി മെൻ്റൽ, പക്ഷേ നാളെ മെൻ്റലാവും നീയും ഇവളും. ആയിക്കോട്ടെ, എന്തായാലും അച്ഛൻ കഴിവില്ലാത്ത ആളായി മാറിയ സമയത്ത് എനിക്ക് മനുവേട്ടനെ പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. മനോഹർ ചിരിച്ചിട്ട് പറയാണ്, അവനെ കൊണ്ട് ഇതുപോലെ ഒരുപാട് പേർക്ക് ഭാഗ്യം ഉണ്ടാവുന്നുണ്ട്. എന്താ സംശയം? വിദേശ രാജ്യത്തുള്ളവർ പോലും ഇങ്ങോട്ട് വരിക അവനെ കാണാൻ. ആ, മനു ചിരിക്കുകയാണ്. രാഹുൽ അപ്പോൾ പറയാണ്, എന്ന് വെച്ചാൽ വിദേശത്തുള്ള ആൾക്കാർക്ക് വരെ അവനെ വലിയ കാര്യമാണ്. അവൻ്റെ തലക്കകത്ത് നിങ്ങളെപ്പോലെ ചെളിയല്ല. അവനെപ്പോലെ തലച്ചോറുള്ളവർ അമേരിക്കയിലെ രഹസ്യാന്വേഷണ ഏജൻസി അവിടെ പോലും കാണത്തില്ല. സത്യം പറഞ്ഞാൽ അവനെ ഏതെങ്കിലും ഇൻ്റലിജൻസ് ഷോപ്പിൻ്റെ മാനേജറാക്കേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ആക്കിയതുകൊണ്ടും കാര്യമില്ല. അവിടെയും പെണ്ണുങ്ങളുണ്ടല്ലോ. അപ്പോൾ സരയു, അതിനെന്താ? ഒന്നുമില്ല, ഉണ്ടല്ലോ എന്ന് പറയായിരുന്നു. അപ്പോൾ ഷാരി, ഈ വട്ടൻ എന്തൊക്കെയാ ഈ പറഞ്ഞിട്ട് പോന്നേ? എന്താ നോക്കുന്നേ? അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചോദിക്കുകയാണ്, എന്താ നോക്കുന്നേ? ഒന്നുമില്ല, എല്ലാം നല്ലതിനാ. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ സരയു പറയാണ്, ഒന്ന് നോർമലായിട്ട് വന്നതേനു, ഇപ്പോൾ വീണ്ടും കുഴപ്പമായി എന്നാണ് തോന്നുന്നത്. പിന്നെ ഷാരി പറയാണ്, കുഴപ്പമുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടണം, അല്ലെങ്കിൽ മുറിയിൽ തളച്ചിടണം. പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ്. മനു അവിടെ ബെഡിലിരുന്നിട്ട് മുല്ലമാല എടുത്തിട്ട് കയ്യിൽ ചുറ്റി വെക്കുകയാണ്. അപ്പോഴേക്ക് പാലുമായിട്ട് നിഷ വരികയായിരുന്നു. പാലുമായി വന്ന നിഷയോട് പാൽ അവിടെ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അവളെ അവിടെ പിടിച്ചിരുത്തുകയാണ്. എന്നിട്ട് പറയാണ്, ഈ സുന്ദരിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് വിവാഹം നടത്താനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോലും ആ മുഹൂർത്തം തെറ്റരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അത്രയ്ക്ക് വല്ലാത്തൊരു അടുപ്പമായിപ്പോയി നിഷയോടെ എനിക്ക്. പിന്നെ അവൾ പാലെടുത്ത് കൊടുത്തു. അപ്പോൾ അവൻ പകുതി കുടിച്ചിട്ട് ബാക്കി അവൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവളുടെ അടുത്ത് പറയാണ്, എൻ്റെ മാമൻ മരിച്ചതുകൊണ്ട് വിവാഹം മാറ്റിവെച്ചിരുന്നെങ്കിൽ അത് നിഷയെ വേദനിപ്പിക്കില്ലായിരുന്നോ? എന്താ സംശയം? ആൾക്കാരെയൊക്കെ വിളിച്ച് വലിയ ആർഭാടത്തിൽ കല്യാണം നടത്താൻ സാധിച്ചില്ലെങ്കിലും എനിക്ക് ആ കാര്യത്തിൽ സങ്കടമുണ്ടെങ്കിലും റോണിയേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ നിഷ പറയാണ്, ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാ ഈ നിമിഷം. ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു വിധിയാണോ എന്നൊക്കെ പറയുന്നതും വളരെ ശരിയാണ്. അല്ലെങ്കിൽ തന്നെ എത്രയെത്ര പെൺകുട്ടികളെ കണ്ടു വിദേശത്തും ഈ നാട്ടിലും ഒക്കെ ആയിട്ട്. ആരെയും എനിക്കിഷ്ടപ്പെട്ടില്ല. എന്നാൽ നിഷ അങ്ങനെ അമിതമായ സൗന്ദര്യം ഉള്ളത് കൊണ്ടല്ല, പക്ഷേ നിന്നെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഇവൾ തന്നെ നിൻ്റെ ഭാര്യ എന്ന്. അതെൻ്റെ ഭാഗ്യ റോണിയേട്ടാ. റോണിയേട്ടനെ കാണുന്നതിന് മുമ്പേ തന്നെ ഞാൻ എല്ലാ അമ്പലത്തിലും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കണ്ടപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇയാളെ എനിക്ക് കിട്ടണേ എന്ന്. ഓ, അപ്പോൾ എന്നെപ്പോലെ തന്നെ മോളും പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ? അതെ, ഒരുപാട്. അവളെ കൈപിടിച്ചിട്ട് പറയാണ്, ഇനി എന്നും ഈ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. അപ്പോഴാണ് അവളുടെ ചോദ്യം, നമ്മൾ ഉടനെ അമേരിക്കയിലേക്ക് പോവോ? അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവിടെ അമേരിക്കയ്ക്ക് വരാനായിട്ട് എൻ്റെ ഇപ്പം ഒരുപാട് പെണ്ണുങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. എന്താ ഒന്നും മിണ്ടാത്ത റോണിയേട്ടാ? ഇനിയിപ്പോൾ മാമൻ്റെ മരണാന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കണമല്ലോ. അതിനുശേഷം വീടുകളിലൊക്കെ ഒന്ന് പോകണ്ടേ? അപ്പോൾ ഹണിമൂൺ ട്രിപ്പ്? ഇവിടെ ഹണിമൂൺ ട്രിപ്പൊന്നും വേണ്ട മോളൂ, അതൊക്കെ നമുക്ക് സ്വിറ്റ്സർലാൻഡിലാക്കാം. എല്ലാം റോണിയേട്ടൻ്റെ ഇഷ്ടം. കല്യാണം കഴിഞ്ഞല്ലോ, ഇനി നമ്മുടെ ജീവിതത്തിൽ എന്നും ഹണിമൂണായിരിക്കും. 1 വർഷം കഴിഞ്ഞാൽ അത് നിലക്കും. അതെന്താ 1 വർഷം കഴിഞ്ഞാൽ നിലക്കുന്നത്? അത് പിന്നെ 1 വർഷം കഴിയുമ്പോൾ ഒരു കുഞ്ഞൊക്കെ ആവുമല്ലോ.
അപ്പോൾ പിന്നെ ചുറ്റിയടിച്ചൊക്കെ നടക്കാൻ പറ്റുമോ? തണുപ്പും മഞ്ഞും വെയിലും ഒക്കെ മാറി മാറിക്കൊണ്ടാലേ നമ്മുടെ കുഞ്ഞിന് അസുഖം വരില്ലേ? ഓ അങ്ങനെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ, കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിനെയും ഭാര്യയെയും രണ്ടുപേരെയും ഒരുപോലെ കെയർ ചെയ്തേ പറ്റൂ. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. അപ്പോൾ അവൻ പറയാണ്, സത്യം. ദൈവമേ, നീ എൻ്റെ ശകുനം മുടക്കിയാണോ? ഞാൻ എടുക്കാത്തത് കണ്ടിട്ട് അവൾ എടുത്തു കൊടുക്കാൻ വേണ്ടി പോവാണ്. വേണ്ട വേണ്ട വേണ്ട, മോൾ ഇവിടെ ഇരുന്നോ. ഒരു മിനിറ്റേ, മോള് വേണമെങ്കിൽ കിടന്നോ. വേണ്ട, റോണിയേട്ടൻ വന്നിട്ട് മതി. ആ ശരി ശരി. അവൻ ഫോണും കൊണ്ട് ധൃതി പിടിച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അവൻ തന്നെ പറയാണ്, ഫസ്റ്റ് നൈറ്റിലാണോ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞവൾ വിളിക്കുന്നത്. അങ്ങനെ ഫോണും കട്ടായി. ഐ വിൽ കോൾ യു ലേറ്റർ എന്നുള്ള മെസ്സേജൊക്കെ വന്നിട്ട് അവൾ വായിക്കുകയാണ്. എന്തെങ്കിലും തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ എടുക്കാതിരിക്കില്ല. മാനുവേട്ടൻ അടുത്തില്ലെങ്കിൽ ഉറക്കവും വരത്തില്ല. നിഷയാണെങ്കിൽ സന്തോഷത്തോടെ അവനെ ബെഡിൽ കാത്തിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ബന്ധുക്കൾ ആരെങ്കിലും വിളിക്കായിരിക്കുമെന്ന്. നോക്കുമ്പോൾ വിളിച്ചത് കാനഡയിൽ നിന്നും ഒരു ബിസിനസ്സിൻ്റെ ഫ്രണ്ടാണ്. കാനഡയിലേക്ക് ഇപ്പോൾ ഒരുപാട് പേര് പോകുന്നുണ്ടല്ലോ. ആ അതെ അതെ അതെ, അതിപ്പോൾ സത്യം പറഞ്ഞാൽ മലയാളികളാണ് അവിടെ കൂടുതൽ. ഓ, UK അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ താമസിക്കുന്ന ഹൗസിൽ അവിടെയുള്ള പ്രസിഡൻറ്റ് ഞാനാ. ആ, നമ്മുടെ മലയാളികളുടെ ഇനിയിപ്പോൾ ഓണമൊക്കെ വരാൻ പോവുകയല്ലേ. സാധാരണ ഓണസദ്യയൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഞാനായിരുന്നു. ആഹാ, അത് ശരി. എന്നാൽ പിന്നെ നമുക്ക് ഓണത്തിന് മുമ്പേ അങ്ങോട്ട് പോയാലോ? അങ്ങനെയെങ്കിൽ സദ്യ ഉണ്ണാൻ ഒരുപാട് ഭാര്യമാർ എനിക്കുണ്ട്, അവൻ മനസ്സിൽ ചിന്തിക്കുക. എല്ലാവരെയും കൂടി കൊണ്ടുപോയാലോ? എന്താ ആലോചിക്കുന്നേ? അല്ല, ഓരോന്ന് ആലോചിക്കാതെ ഇങ്ങനൊന്നും സംസാരിക്കരുത് കേട്ടോ. എന്തു പറ്റി? ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? പിന്നില്ലേ. എന്താ പറഞ്ഞേ? ഒന്ന് ഓർത്ത് നോക്ക്. എന്താ ഏട്ടാ? മരിച്ചതെൻ്റെ ആരാ? അയ്യോ, ഞാനത് ഓർത്തില്ല കേട്ടാ. ഓർക്കണം. ദേ, പ്രത്യേകിച്ച് ഈ താലി ഇട്ടിരിക്കുന്ന ആളെ. സ്വന്തം അമ്മാവനാ മരിച്ചത്. ഇനിയിപ്പോൾ ഈ വർഷം എനിക്ക് ഓണമൊന്നുമില്ല, ഒരാഘോഷവും ഇല്ല. പിന്നെ ആകെയുള്ളത് നമ്മളെ കല്യാണമായിരുന്നു. അത് പിന്നെ മോളെ സ്വന്തമാക്കാനുള്ള ആർത്തി കൊണ്ട് ഞാൻ ചെയ്തതാ. ഇല്ലെങ്കിൽ അതും ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് നൈറ്റൊക്കെ വേണോ ഏട്ടാ? വേണ്ടേ? മരിച്ചവർ മരിച്ചു, അവർ ആത്മാക്കളായിട്ട് മാറിക്കഴിഞ്ഞു. അവരുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും വേണ്ട. എങ്കിലും ജീവിതത്തിൽ നടക്കേണ്ട ചില കാര്യങ്ങളൊക്കെയുണ്ട്. അതൊന്നും ഒരിക്കലും ഒഴിവാക്കരുത്. നമ്മളെ ഫസ്റ്റ് നൈറ്റ് ഇനി നാളെയും കിട്ടിയില്ലെങ്കിലോ? പിന്നെ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മോൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യണം കേട്ടോ. എനിക്ക് പെൺകുട്ടികളുമായിട്ട് അടുത്തിടപഴകിയിട്ടൊന്നും ശീലമില്ല. ഞാൻ ആരെയും പ്രേമിച്ചിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങളെ രീതികളൊന്നും എനിക്കറിയില്ല. ഏത് നേരവും ബിസിനസ്സായിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നിഷ പറയാണ്, എൻ്റെ ഏട്ടനൊരു പാവ, നിഷ്കളങ്കൻ. അപ്പോൾ അവൻ അതെല്ലാവരും പറയും. എൻ്റെ ബിസിനസ് ഫ്രണ്ട്സൊക്കെ ഞാൻ കളങ്കയില്ലാത്ത ഒരാളാണെന്ന് പറയും. ഇത്രയൊന്നും പാവാൻ പാടില്ല കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ ആൾക്കാരെ തിരിച്ചറിയാൻ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടും. ഇനിയിപ്പം പിന്നെ മോളും ഉണ്ടല്ലോ എൻ്റെ കൂടെ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഇനി എനിക്കെന്തെങ്കിലും അബദ്ധം പറ്റുവാണെങ്കിൽ അതല്ല, എൻ്റെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും മോശമാണ് ആണെങ്കിലേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് പറയണം. ഇനി മോള് പറയുന്നത് എന്തും അതുപോലെ ഞാൻ അനുസരിച്ചിരിക്കും. മോൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹം പറയാനുണ്ടോ? അല്ല, നമ്മളെ ഫസ്റ്റ് നൈറ്റാണ്, അതുകൊണ്ട് ചോദിച്ചതാ. ഉണ്ട്. എന്താ? എൻ്റെ അവൻ മനസ്സിൽ പറയാണ്, ഈശ്വര, സ്വർണ്ണം ഒഴിച്ച് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. എന്നും എല്ലാ കാലവും എനിക്ക് എൻ്റെ റോണിയേട്ടനോട് ചേർന്നിരിക്കണം. ആ ആഗ്രഹം മോള് പറഞ്ഞില്ലെങ്കിലും ഞാൻ സാധിച്ചു തരത്തില്ലേ? അതും പറഞ്ഞ് അവൻ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.